നമസ്കാരം. നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. അന്നാണെങ്കിലും എന്നാണെങ്കിലും മലയാള സിനിമയിൽ താരരാജാവായി വളർന്നിരുന്ന ഒരു കാലം ദിലീപിനുണ്ടായിരുന്നു. അതിനുശേഷം നടി ആക്രമിക്കപ്പെട്ട ഒരു കേസ് വരികയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും മലയാള സിനിമയിൽ നിന്നും ദിലീപിനെ പുറത്താക്കി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പിന്നീടുള്ള കഥാവിശേഷണങ്ങൾ. തീർച്ചയായും പലപ്പോഴുള്ള ഡിസ്കഷനിൽ നമ്മൾ തമ്മിലുള്ള ഒരു ചർച്ചയിൽ ദിലീപിനെ അനുകൂലിക്കുക എന്നുള്ള പല കമന്റുകളും കാണുന്നുണ്ട്. പക്ഷെ ദിലീപിനെ അനുകൂലിക്കുന്ന ആ ഒരു പ്രവണതയിലേക്ക് പോകുന്നില്ല. മഞ്ജു വാര്യരും ദിലീപും അതിജീവിതയും എല്ലാം മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. കുട്ടിക്കാലം മുതൽ നമ്മളാണെങ്കിലും കാണുന്നവരാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതിനുള്ള ഓരോ അപ്ഡേഷൻസ് ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ദിലീപുമായിട്ടുള്ള ഒരു കണക്ഷൻസ് അല്ലെങ്കിൽ ദിലീപിനെ അനുകൂലിക്കുന്ന PR വർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എന്തായാലും പോകുന്നില്ല. നിലവിൽ ഇപ്പൊ പൾസർ സുനിയുടെ ഒരു വീഡിയോ ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്നു. ഒരു സ്റ്റിംഗ് ഓപ്പറേഷന്റെ വീഡിയോ ആയിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് വീണ്ടും ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ദിലീപിന്റെ കേസ് വന്നതിന് പിന്നാലെ ദിലീപിനെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇപ്പോഴും നടി കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും പിന്നെ ദിലീപിനെ അനുകൂലിക്കുന്നവരും ഇപ്പോഴും ദിലീപിനെ വിമർശിക്കുന്നവരും ഒരുപാടുണ്ട്. അതിലൊരാളായിരുന്നു ശാന്തിവിള ദിനേശ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ. എനിക്ക് തോന്നുന്നു ആ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇപ്പോ ഈ ഒരു കേസിൽ ഒരു പുതിയൊരു വഴിത്തിരിവിലേക്ക് കേസ് കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് മാത്രമല്ല, മഞ്ജുവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും നേരത്തെ തന്നെ വലിയ ചർച്ചയായിരുന്നു. മഞ്ജു ആയിരുന്നു ഈ ഒരു കേസിന് തുടക്കം കുറിച്ച ഒരാൾ. അന്ന് ആ സമയത്ത് ദിലീപിന്റെ ആദ്യ ഭാര്യ എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് ഈ കേസിന് വലിയ ആധാരമായി മാറിയതും. അല്ലെങ്കിൽ മഞ്ജുവിന്റെ വാക്കുകൾ ഒരു ഗുണ്ട ആക്രമണമാണ് എന്ന ആ വാക്കുകൾ തന്നെ, ഗൂഢാലോചനയാണെന്നുള്ള വാക്കുകൾ തന്നെ ഏറ്റവും പ്രശസ്തിയിലേക്ക് പോകാനുള്ള ഒരു കാര്യം തന്നെ മഞ്ജു എന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ റോൾ വരാനാണ് എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് പൾസർ സുനി ആ വീഡിയോയിൽ എത്തുന്നത്. മഞ്ജു ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ റോൾ വരാനാണ്, ആ പാവത്തിനെ ഇതിലേക്ക് പിടിച്ചു വലിച്ചിട്ടതാണല്ലേ എന്നായിരുന്നു കേസിൽ മഞ്ജു വാര്യർക്ക് ഏതെങ്കിലും തരത്തിൽ റോൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് പൾസർ സുനി ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ശാന്തിവിള ദിനേശ്, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, ദിലീപുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസിലും അദ്ദേഹം എത്താറുണ്ട്. ആ സമയത്ത് തന്നെ അദ്ദേഹം പറയാറുണ്ട് ഇതൊരു PR വർക്കിന്റെ ഭാഗമല്ല. അദ്ദേഹം മാത്രമല്ല, ശാന്തിവിള ദിനേശ് മാത്രമല്ല, നിരവധി പേർ ഇതുപോലെ രംഗത്തെത്തി ദിലീപിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവര് തന്നെയായിരുന്നു. അതുപോലെ തന്നെ പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്നതിനിടെ പൾസർ സുനി രണ്ടുപേരെ കുറ്റവിമുക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് ഏറെ രസകരമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിലും മഞ്ജു വാര്യരോ ശ്രീകുമാർ മേനോനോ ഇല്ലെന്നാണ് പൾസർ സുനി പറഞ്ഞിരുന്നത്. വാല് മുക്കുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ എന്തിനാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം പൾസർ സുനിയുടെ പറച്ചിലിന് പിന്നാലെ ശ്രീകുമാർ മേനോനും രംഗത്ത് വന്നതാണ് അതിൽ ഏറ്റവും വലിയ തമാശയായി തോന്നുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ പൾസർ സുനി പറയുന്നതിൽ ഈ പൾസർ സുനി സംസാരിക്കുന്നത്, അതിന് പിന്നാലെ ശ്രീകുമാർ വരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംസാരിക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നുള്ളത് ഏകദേശം ചില മലയാളികൾക്ക് മനസ്സിലായി കാണുമെന്നത്. വിമർശിക്കാൻ മാത്രമല്ല, അല്ലെങ്കിൽ ഒരാള് ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ഈ ഒരു സംഭവം ചെയ്തു, അല്ലെങ്കിൽ ഈ ആരോപണമല്ല ദിലീപിനെ വെറുക്കാനുള്ള കാരണം. ആദ്യ ഭാര്യയെ ഒഴിവാക്കി വേറൊരു ഒരാളെ സ്വീകരിച്ചു. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി. ആ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ദിലീപ് വേറൊരു കല്യാണം കഴിക്കാതിരുന്നിരുന്നുണ്ടെങ്കിൽ എല്ലാവരും മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ദിലീപിനെ സപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പൊ കാവ്യമായുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോ അതാണ് ഏറ്റവും വലിയ എല്ലാവർക്കും ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാവ്യമായിട്ട് വിവാഹം കഴിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ആളുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ കൂടുതൽ വെറുക്കുന്നത്. ഇപ്പൊ ഒരു കമന്റ് ബോക്സ് എടുക്കുമ്പോൾ തന്നെ കാണാം ദിലീപ് കാവ്യ, ഐ ഹേറ്റ് യു ദിലീപ് കാവ്യ എന്ന് പറഞ്ഞിട്ടുള്ള പല കമന്റുകളാണ് വരുന്നത്. അല്ലാണ്ട് നടിയെ ആക്രമിച്ചു എന്നുള്ള ആ ഒരു ഇതിലേക്കൊന്നും വരുന്നില്ല. ഒരു സ്ത്രീയെ ഒറ്റയ്ക്കാക്കി, ഇത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു ഡിവോഴ്സ് കേസ് നടക്കുന്നത് പോലെയാണ് ദിലീപ് മഞ്ജു വാര്യർ കാവ്യ മാധവൻ കേസിൽ വന്നത്. ആ സമയത്ത് തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നതും അത് കുറച്ചും കൂടി ഒരു വെറുപ്പ് ദിലീപിനെ കൂട്ടാനുള്ള ഒരു സാഹചര്യമായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏത് കുഞ്ഞിനാണ് ഈ പൾസർ സുനിയുടെ പുതിയ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ പ്രേക്ഷകരെ പറ്റിക്കുകയാണെന്ന് അറിയാൻ പാടില്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. കോടതിയിൽ കീഴടങ്ങാൻ വരുന്ന സമയത്ത് ഹൈക്കോടതിയുടെ എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് മതിൽ ചാടി കടന്നുകൊണ്ട് പൾസർ സുനി പോവുകയും
അവിടെ എന്തോ പൊതി ഒളിപ്പിച്ചെന്നും ഒക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഇന്ന് വരെ ഈ കേസ് അന്വേഷിച്ച സിംഹങ്ങൾ ആരും അതുവഴി പോയില്ല എന്നാണ് അവിടെ ഒളിപ്പിച്ചതെന്ന് അന്വേഷിച്ചിട്ടില്ല. അതെ, അന്വേഷിച്ചിട്ടില്ല. അതാണ് മാലിന്യം ഒഴുകുന്ന ഒരു തോട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെയാണ് ഫോണും സിമ്മും എറിഞ്ഞതെന്ന് പറഞ്ഞതോടെയാണ് ആ ഒരു വെള്ളത്തിലേക്ക് പോലീസുകാർ എടുത്ത് ചാടുകയും പിന്നെ അവിടെ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞാണ് പിന്നെയും പറയുന്നത് ഗോശ്രീ പാലത്തിൽ നിന്നാണ് ഫോണും സിമ്മൊക്കെ താഴേക്ക് എറിയുന്നത്. ആടിക്കിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ സത്യങ്ങളൊക്കെ കിടക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ വന്ന് ഒറിജിനൽ ഫോണും ഒറിജിനൽ സിമ്മും ഞാൻ സേഫ് ആയിട്ട് ഒരിടത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, ഞാൻ ആരോടും പറയത്തില്ല എന്ന് പൾസർ സുനി പറയുന്നത്. അപ്പൊ ഈ വെളിപ്പെടുത്തലൊക്കെ തന്നെയാണ് ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പൾസർ സുനിയെ വിളിച്ച്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറയുമ്പോ ഇത്രയും വെളിപ്പെടുത്തൽ നടത്തിയിട്ടും പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോവാനോ പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് ആരും ഒന്നിനും തയ്യാറായി ആരും വരുത്തില്ല. കാരണം പൾസർ സുനിയിലല്ലല്ലോ അവരുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദിലീപാണ് അവരുടെ ഏറ്റവും വലിയ എയിം. ദിലീപ് മാറിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഏത് വിധേയം ദിലീപിനെ ചട്ടിയിലാക്കണം എന്നാണ് ഞങ്ങളുടെ ചിന്ത. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ദിലീപിനെ താറടിച്ചു മാറ്റിയാലേ, അല്ലെങ്കിൽ ഒറിജിനൽ ഫോണ് ലഭിക്കാനുള്ള ശ്രമം എന്തായാലും അവർ നടത്തത്തില്ലേ. അവർ അതിനൊന്നും പോകില്ല. ദിലീപ് എങ്ങനെയെങ്കിലും ഇതോടെ തീരണം, അത് മാത്രമാണ് എല്ലാവർക്കും ഒരു ഏതെന്നാണ് ഇപ്പോൾ ശാന്തിവിള ദിനേശ് പോലും പറയുന്നത്. അതെ, പിന്നെ ഇതൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ പണമുണ്ട്, PR വർക്ക് ഉണ്ട് എന്നൊക്കെ സത്യം പറയുന്ന സമയത്ത് അവിടെ ചൊറിയാൻ ഒരുപാട് പേര് വരും എന്ന് പറയുന്നത് പോലെ ശാന്തിവിള ദിനേശ് പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സത്യം പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേർ ഇപ്പോൾ ദിലീപ് എന്തായാലും ജയിൽ മോചിതനാകുമെന്ന് ഉറപ്പുള്ള ആ സാഹചര്യത്തിൽ തന്നെയാണ് പല സമയങ്ങളിലായി പല ഹർജികൾ കോടതിയിൽ എത്തിയതെന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഇത് ജയിൽ മോചിതനാകും, പക്ഷേ ജയിൽ മോചിതനാകാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി കേസിന്റെ പിന്നാലെ നടന്ന് ഒരു കുറ്റക്കാരനായി എന്നും ജനങ്ങൾക്ക് മുന്നിൽ ദിലീപ് നിൽക്കട്ടെ. അത് എന്തിനു കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, പക്ഷെ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കപ്പെടുത്തുന്നത് അത് കർമ്മ എന്നുള്ള ഒരു സാധനമുണ്ട്. തീർച്ചയായിട്ടും ആ കർമ്മ പലരും അനുഭവിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ പലരും പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോ ദിലീപ് വീണ്ടും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും മനസ്സിലാകാത്ത ഈ കേസ് പഠിക്കുമ്പോഴുള്ള ചില സംശയങ്ങൾ ദൂരീകരിക്കാൻ ഉള്ള ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഈ തുടക്കം മുതലുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉള്ളതായിട്ട് തോന്നുന്നു. കാരണം ദിലീപ് നടിയെ അന്ന് ആക്രമിച്ച സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സഹായവും ഉണ്ടാവും എന്ന് ദിലീപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ദിലീപിനെ വിളിച്ചു വരുത്തുന്നതും പെട്ടെന്നൊരു അറസ്റ്റ് പറയുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ അന്വേഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ദിലീപ് പറയുന്നത് CBI വരണമെന്നാണ്. പക്ഷേ CBI അന്വേഷിച്ചാൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർ മുതലുള്ള ഒരുപാട് ആളുകളുടെ ആപ്പീസ് കൂട്ടും എന്നുള്ള ഒരു കാര്യം ഉറപ്പായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നതെന്നും ശാന്തിവിള ദിനേശ് ഇതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല മഞ്ജുവോ അല്ലെങ്കിൽ ശ്രീകുമാർ മേനോനോ ഇതിന് പിന്നിൽ ഇല്ലെന്നും പൾസർ സുനി ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു. മഞ്ജുവിനെ കണ്ടാൽ അറിയാം ശ്രീകുമാർ മേനോനുമായിട്ട് ബന്ധം ഇല്ലെന്നാണ് സുനി ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം. മഞ്ജുവിന് ഇതിൽ റോളുണ്ടോ എന്നുള്ള ഒരു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് പോലും പൾസർ സുനി നൽകുന്ന മറുപടി ഇങ്ങനെ തന്നെയായിരുന്നു. മഞ്ജുവിന് ഇതിനകത്ത് ഒരു റോളും തന്നെ ഇല്ല, എങ്ങനെ റോള് വരാനാണ്, ആ പാവത്തിനെ പിടിച്ച് വലിച്ചിട്ടതല്ലേ എന്നാണ് പാവം സുനി ചോദിക്കുന്നത് തന്നെ. ഇവർക്കെതിരെയുള്ളവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. മഞ്ജുവിനെ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ കുടിക്കിയതാണ് എന്നൊക്കെയാണ് പൾസർ സുനി പറയുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ ഒരു കേസിലേക്ക് മഞ്ജുവിനെ വലിച്ചിട്ടത് എന്ന് പോലുമാണ് പറയുന്നത്. ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ആ ഒരു അടുപ്പത്തെ കുറിച്ചും പിന്നെ അതിജീവിത മഞ്ജു വാര്യരെ അറിയിച്ചെന്നും ഇത് വിവാഹമോചനത്തിലേക്ക് നയിച്ചെന്നൊക്കെയാണ് ഇപ്പോ ഈ ഒരു പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രതികാരത്തിന്റെ ഭാഗമായാണ് ഈ കൊട്ടേഷൻ നൽകിയത് എന്നുള്ള ആ ഒരു സംഭവം കേസിന്റെ ആ സമയത്ത് തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേസിന്റെ ആദ്യം മുതൽ അല്ലെങ്കിൽ ദിലീപിന്റെ ആ ഒരു ഡിവോഴ്സ് മുതൽ ഇങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാവുന്നതാണ്. അത് ആരും കീറി മുറിച്ച് അന്വേഷിക്കാനോ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. കാരണം
നമുക്ക് ഉള്ള ഗെയിം ഒരാള് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സാധാരണ ആളെ കിട്ടിയില്ലെങ്കിലല്ലേ ഈ പ്രതിയെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ എയിം ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ. അത് മാത്രമല്ല, നേരത്തെ പ്രതിഭാഗത്തിന്റെ വാദം ദിലീപിന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരും സുഹൃത്ത് ശ്രീകുമാർ മേനോനും ചേർന്ന് പൾസർ സുനിയെ ഉപയോഗിച്ച് ദിലീപിനെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പൊ പക്ഷേ മഞ്ജുവും ശ്രീകുമാർ മേനോനും ഇക്കാര്യത്തിൽ നിരപരാധികളാണെന്നാണ് പൾസർ സുനിയുടെ ഇപ്പത്തെ വെളിപ്പെടുത്തൽ. പക്ഷെ നേരത്തെ തന്നെ ഈ ഒരു ഇടപാടിനെ കുറിച്ചിട്ടൊക്കെ വലിയ ചർച്ച, അന്ന് പ്രതിഭാഗവും ഒക്കെ ഈ ഒരു ചർച്ചാ വിഷയം ആക്കിയ ഒരു കാര്യമാണ്. ദിലീപ് തന്നെ ചതിച്ചു എന്നും പൾസർ സുനി പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു കേസ് ഉണ്ടായ സമയത്ത് തന്നെ പല കാര്യങ്ങൾ കൊണ്ടും സുനി പല വെളിപ്പെടുത്തലും നടത്തിയപ്പോൾ ദിലീപ് ചതിച്ചത് കൊണ്ടാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. ദിലീപിനെ പോലെ ഒരാൾക്ക് പണം കൊടുക്കാതെ ചതിക്കേണ്ട ആവശ്യം എന്താണ് എന്ന ചോദ്യവും അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയും ചില കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട്, അത് വേറെ ചിലർക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നും പൾസർ സുനി പറയുമ്പോൾ അത് ആരിലേക്കൊക്കെയാണ് ഇനി കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത്. അത് മാത്രമല്ല, പൾസർ സുനിക്ക് ഇനി എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും പോലീസിനോട് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് പൾസർ സുനി വീണ്ടും ആവർത്തിക്കുന്നത്. ഇപ്പൊ ഫോണിന്റെ കാര്യത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞതൊന്ന്, ഇന്ന് ദിലീപിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പറയുന്നത് മറ്റൊന്ന്. അങ്ങനെ നോക്കുമ്പോൾ പൾസർ സുനി ഇനിയും പറയാനുണ്ട്. അപ്പൊ ഇത്രയും നാള് ജയിലിൽ കിടന്ന പൾസർ സുനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഈ ഒരു സമയത്ത് പറയുന്ന ഉത്തരം ആയിരിക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ പൾസർ സുനിയോട് ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരം. അത് മെയിനായിട്ട് ഈ ഫോണിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് തെളിഞ്ഞ കാര്യം. ഒരു സമയത്ത് ഫോണ് അവിടെ ഉണ്ട്, പിന്നെ മറ്റൊരു സമയത്ത് പറയും തന്റെ കയ്യിലുണ്ട്, മറ്റൊരു സമയത്ത് പറയും പാലത്തിൽ നിന്നും വെള്ളത്തിലോട്ട് എടുത്തെറിഞ്ഞെന്ന്. അങ്ങനെ അത് പോലീസിനെ ചളിവെള്ളത്തിൽ ഇറക്കിയുള്ള ഒരു കളിയായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചോദിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അത്രയും സേഫ് ആയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ആ ചെളിവെള്ളത്തിലേക്ക് ഇറക്കിയെന്നാണ് ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർക്ക് ഇട്ടൊരു പണി കൊടുത്തതാണ് തോന്നുന്നത്. ഓക്കെ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് സത്യം പറഞ്ഞാൽ മഞ്ജുവാരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ആ സമയത്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന ഒരു സംഭവം തന്നെ വരുന്നത്. പിന്നീട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ അത് അന്വേഷിക്കണം എന്ന് മഞ്ജുവാരന്റെ ഒരു വലിയൊരു ഇടിവിട്ട് ഡയലോഗ് വന്നതോടെ അവിടെ കാര്യങ്ങൾ ആ ഒരു ഡയലോഗോട് കൂടിയാണ് ഈ ഒരു കേസിൽ ഒരു പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് തന്നെ. കേസ് വഴിത്തിരിയുന്നത് അവിടെ വെച്ചാണെന്നും ഈ ഒരു ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജു വാര്യർക്ക് കിട്ടിയെന്നാണ് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ എങ്ങനെ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകും, എവിടെ നിന്ന് അന്വേഷിച്ചു തുടങ്ങും എന്നൊക്കെ ഒരു ആലോചനയിൽ തന്നെ. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, വേറെ ആരും അല്ലല്ലോ, മഞ്ജു വാര്യരല്ലേ പറയുന്നത്, സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ. അപ്പൊ പിന്നെ എന്തെങ്കിലും കാര്യം ഇതിൽ ഉണ്ടാകും എന്ന് എല്ലാവരും വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ ദിലീപിലേക്ക് എത്തുന്നതും. പിന്നെ അവസാനം ഇതുവരെ നമ്മൾ കണ്ട ഈ ഒരു കേസിന്റെ പുതിയ പുതിയ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പോകുന്ന ഈ ഒരു ഓരോ വെളിപ്പെടുത്തലും അതിന്റെ ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് പറയാനും പറ്റും. എന്തായാലും ഈ പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ എന്തായാലും അതിജീവിതയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൾസർ സുനിയാണ് ഇതിൽ കുറ്റക്കാരനെങ്കിൽ ഉറപ്പായിട്ടും, അതും മഞ്ജു വാര്യർ പറഞ്ഞുവെങ്കിൽ ഉറപ്പായിട്ടും ദിലീപ് ആയിരിക്കും കുറ്റക്കാരൻ എന്നൊരു നിലയിലായിരുന്നു പിന്നീടുള്ള ഓരോ കേസിന്റെ ഓരോ വഴിത്തിരിവ് എന്ന് പറയുന്നത്. എന്തായാലും പൾസർ സുനിയുടെ ഈ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റി. കാരണം നേരത്തെ പറഞ്ഞതല്ല പിന്നെ പറഞ്ഞത് എന്നുള്ളത് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി കാണും, ജനങ്ങൾക്ക് മനസ്സിലായി കാണും. അത് മാത്രമല്ല, പൾസർ സുനി ശരിയാണോ പറയുന്നത്, അല്ലെങ്കിൽ പൾസർ സുനി ആരെങ്കിലും എടുത്താനായിട്ട് പറഞ്ഞ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ വീഡിയോ ക്യാമറ ഫ്രണ്ടിൽ വെച്ചിട്ട് അതിൽ നോക്കി സംസാരിച്ചിട്ട് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള തലമാണെന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചില വാക്കുകളിലൂടെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ നേരത്തിന് ചോറുണ്ടെന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പൾസർ സുനി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സുനിക്ക് അറിയാം, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തായാലും പോലീസ് വീണ്ടും ജയിലിൽ പിടിച്ചിട്ടില്ല. മാത്രമല്ല, ഇത്രയും രഹസ്യങ്ങൾ ഉള്ളിൽ കടന്നിട്ട് പോലും ഇത്രയും കാലമായിട്ട് പോലീസ് അറിഞ്ഞിട്ടും ഇല്ലല്ലോ. ഇത്രയും നാളായിട്ട് എത്രയോ അവസരങ്ങൾ കിട്ടി, പക്ഷെ ആ സമയത്തൊന്നും പറയാതെ ഇപ്പോ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ സമയത്ത് തന്നെ പൾസർ സുനിക്ക് പറയേണ്ടി വന്നു. അതും ഈ ഒരു കേസ് അന്തിമഘട്ടത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് പല കാര്യങ്ങളും തുറന്നു പറയുന്നതും ഇനിയും പറയാനുണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ പറയുന്നതും ഒക്കെ. അപ്പൊ ഇനിയുള്ള പുതിയ പുതിയ വെളിപ്പെടുത്തൽ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി സുനിയുടെ ചില ലീലാവിലാസങ്ങൾ കണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകും. നന്ദി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.